ലോകരാജ്യങ്ങൾ ഇന്ന് അത്ഭുതത്തോടെയും അല്പം അസ്വസ്ഥതയോടെയും ഉറ്റുനോക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലേക്കാണ്. ഒരു കാലത്ത് ആയുധങ്ങൾക്കായി ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ കൈനീട്ടിയിരുന്ന മറ്റുള്ളവരുടെ സഹായം മാത്രം പ്രതീക്ഷിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇന്ത്യക്ക്. എന്നാൽ ഇന്നതൊക്കെ മാറി. ഇന്ന് ഇന്ത്യ ആയുധം വാങ്ങുന്നവനല്ല, മറിച്ച് ആയുധം നിർമ്മിച്ച് ലോകത്തിന് വിൽക്കുന്ന കരുത്തനായ ഡിഫൻസ് പവറായി മാറിക്കഴിഞ്ഞു. അതിർത്തിയിൽ ശത്രുക്കൾ കണ്ണുവെച്ചാൽ ആകാശത്ത് വട്ടം കറങ്ങുന്ന നമ്മുടെ മിസൈലുകൾക്ക് അത് നൽകാൻ കൃത്യമായ മറുപടിയുണ്ട്. ഇപ്പോൾ ഇതാ ഇന്ത്യൻ പ്രതിരോധ ചരിത്രത്തിൽ തന്നെ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട് മോദി സർക്കാർ ഏറ്റവും വലിയൊരു ചുവടുവെപ്പ് നടത്തിയിരിക്കുകയാണ്. മിസൈൽ നിർമ്മാണം ഇനി കേവലം പൊതുമേഖലയുടെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങില്ല. ഇന്ത്യൻ സ്വകാര്യ മേഖലയുടെ കരുത്തുകൂടി ഇനി നമ്മുടെ ആയുധപ്പുരകളിൽ പ്രതിഫലിക്കാൻ പോവുകയാണ്. എന്താണ് ഇതിന്റെ പിന്നിലെ ഗൂഢലക്ഷ്യം? എന്തിനാണ് ഇത്രയും രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഈ സാങ്കേതിക വിദ്യ സ്വകാര്യ കമ്പനികൾക്ക് തുറന്നു കൊടുക്കുന്നത്? എന്തുകൊണ്ട് ചൈനയും പാകിസ്ഥാനും പോലുള്ള ശത്രു രാജ്യങ്ങൾ ഇന്ന് ഈ തീരുമാനത്തെ അങ്കലാപ്പോടെ നോക്കിക്കാണുന്നു? വെറും വാർത്തയല്ല, ഇതിന്റെ പിന്നിലെ റിയൽ ഫാക്ട് എന്താണെന്ന് നമുക്ക് വളരെ വിശദമായി തന്നെ പരിശോധിക്കാം. മിസൈലുകൾ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കാൻ സ്വകാര്യ മേഖലയെ ഒരുക്കി ഇന്ത്യ. ചൈനയുടെയും പാകിസ്ഥാന്റെയും ഭീഷണികളും വിദേശ വിപണികളിൽ ഇന്ത്യൻ മിസൈലുകളോടുള്ള താല്പര്യവും കാരണമാണ് ഉൽപാദനം വൻതോതിൽ നടത്താൻ വേണ്ടി സ്വകാര്യ മേഖലയെ ഇപ്പോൾ ഏൽപ്പിക്കുന്നത്. ഇതിന് വൻ നിക്ഷേപം ആവശ്യമാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഇതിന് ശേഷിയില്ലാത്തതിനാലാണ് സ്വകാര്യ മേഖലയെ ഇത് ഏൽപ്പിക്കുന്നത്. ഈ പദ്ധതി അനുസരിച്ച് മിസൈലുകളുടെ വികസനവും നിർമ്മാണവും പൂർണ്ണമായും സ്വകാര്യ ഇന്ത്യൻ കമ്പനികൾക്ക് തുറന്നു നൽകുകയാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം. ഇതുവരെ DRDO, ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് തുടങ്ങിയ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കീഴിൽ മാത്രം അതീവ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന തന്ത്രപ്രധാനമായ ഈ മേഖലയിലാണ് മോദി സർക്കാർ വൻ പരിഷ്കാരം കൊണ്ടുവരുന്നത്. ആദ്യപടിയായി DRDO വികസിപ്പിച്ച അത്യാധുനിക അസ്ത്ര മാർക്ക് 2 മിസൈലുകൾ നിർമ്മിക്കുന്നതിനായി സ്വകാര്യ കമ്പനികളെ ക്ഷണിച്ച പ്രതിരോധ മന്ത്രാലയം ഉടൻ തന്നെ താൽപര്യ പത്രം പുറപ്പെടുവിക്കും. ഐക്കോം, അദാനി, ഭാരത് ബോർജ്, ടാറ്റ ഗ്രൂപ്പ്, മഹീന്ദ്ര ഗ്രൂപ്പ് എന്നീ പ്രമുഖ ഇന്ത്യൻ വ്യവസായ ഭീമന്മാർ ഈ പദ്ധതിയിൽ പങ്കാളികളാകുമെന്നാണ് സൂചന. ഇന്ത്യൻ സായുധ സേനകൾക്ക് പുറമെ സൗഹൃദ വിദേശ രാജ്യങ്ങളിൽ നിന്നും മിസൈലുകൾക്കായി വൻതോതിൽ ആവശ്യക്കാർ ഉയർന്ന സാഹചര്യത്തിലാണ് ഈ അടിയന്തര നീക്കം. DRDOയുടെ അസ്ത്ര മിസൈലുകൾ ഇതിനോടകം ഇന്തോനേഷ്യ വാങ്ങാൻ കരാറിൽ ഒപ്പിട്ടിരിക്കുകയാണ്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ പൊതുമേഖലാ സ്ഥാപനമായ BDLന് മാത്രം ഈ വൻ ഡിമാൻഡ് പൂർണ്ണമായി നിറവേറ്റാൻ സാധിക്കാത്തതിനാലാണ് സ്വകാര്യ മേഖലയെ കൂടി ഇതിലേക്ക് പങ്കാളികളാക്കുന്നത്. ചൈനീസ് മിസൈലുകളെ ചെറുക്കാൻ വേണ്ടിയാണ് അസ്ത്ര വികസിപ്പിച്ചത്. ഇതിന് 200 കിലോമീറ്റർ വരെ ദൂരത്തിലുള്ള ലക്ഷ്യസ്ഥാനങ്ങളെ തകർക്കാൻ സാധിക്കും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് പെട്ടെന്ന് ഇങ്ങനെയൊരു മാറ്റം വന്നത് എന്നാണ്. ഇതിന് 3 പ്രധാന കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഉൽപാദനത്തിലെ വേഗത. മുൻപ് ഒരു മിസൈൽ നിർമ്മിക്കാൻ എടുത്തിരുന്ന സമയത്തേക്കാൾ 10 ഇരട്ടി വേഗത്തിൽ ഇപ്പോൾ നമുക്ക് നിർമ്മിക്കേണ്ടതുണ്ട്. അതിർത്തിയിലെ ഭീഷണികൾ വർദ്ധിക്കുന്നതുകൊണ്ട് നമ്മുടെ ആയുധപ്പുരകൾ എപ്പോഴും നിറഞ്ഞിരിക്കണം. പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാത്രമായി ഈ വേഗത നിലനിർത്താൻ പ്രയാസമാണ്. രണ്ടാമതായി, വൻതോതിലുള്ള ആവശ്യം. ഇന്ത്യയിൽ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലും ഇന്ത്യൻ മിസൈലുകൾക്ക് വലിയ ഡിമാൻഡാണ്. ആഗോള വിപണിയിൽ ഇന്ത്യയുടെ സാന്നിധ്യം ശക്തമാക്കാൻ ഇതെല്ലാം കൂടിയേ തീരും. ഇനി മൂന്നാമതായി, ആധുനിക സാങ്കേതിക വിദ്യയാണ്. ടാറ്റ, അദാനി, മഹീന്ദ്ര തുടങ്ങിയ വമ്പൻ കമ്പനികൾക്ക് ലോകോത്തരമായ സാങ്കേതിക വിദ്യയും വൻ നിക്ഷേപങ്ങളും കൊണ്ടുവരാൻ സാധിക്കും. ഇത് ഇന്ത്യയുടെ ആയുധങ്ങളുടെ ഗുണനിലവാരം 10 ഇരട്ടി വർദ്ധിപ്പിക്കും. ഇനി പലർക്കുമുള്ള സംശയം, പൊതുമേഖലയെ ഉപേക്ഷിക്കുകയാണോ? അങ്ങനെയല്ല, മറിച്ച് പൊതുമേഖലയെ സ്വകാര്യ മേഖലയുമായി യോജിപ്പിക്കുകയാണ്. ഇതുവരെ DRDO, BDL എന്നീ സ്ഥാപനങ്ങൾ മാത്രം കൈകാര്യം ചെയ്തിരുന്ന ഈ തന്ത്രപ്രധാനമായ മേഖല ഇപ്പോൾ പൂർണ്ണമായും ഇന്ത്യൻ സ്വകാര്യ കമ്പനികൾക്കായി തുറന്നു നൽകുകയാണ്. ഇതിന്റെ ആദ്യപടിയായി അസ്ത്ര മാർക്ക് 2 മിസൈലുകൾ നിർമ്മിക്കാൻ സ്വകാര്യ കമ്പനികളിൽ നിന്ന് സർക്കാർ ഉടൻ തന്നെ താൽപര്യ പത്രം ക്ഷണിക്കും. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, കമ്പനികൾ നിർമ്മിച്ചാലും ഇതിന്റെ മേൽനോട്ടവും ഗുണനിലവാരവും എല്ലാം പരിശോധിക്കുന്നത് പൂർണ്ണമായും DRDOയുടെ കയ്യിൽ തന്നെയായിരിക്കും. അതായത് സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. പക്ഷേ നിർമ്മാണത്തിൽ വൻ കുതിച്ചുചാട്ടം ഉണ്ടാകും. ഇനി എന്താണ് ഈ അസ്ത്ര മാർക്ക് 2? എന്തിനാണ് ലോകം ഇതിനെ നോക്കി അമ്പരക്കുന്നത്? ഇത് വെറുമൊരു മിസൈലല്ല. ചൈനീസ് മിസൈലുകളെ വരെ ആകാശത്ത് വെച്ച് തകർക്കാൻ പാകത്തിൽ ഇന്ത്യ വികസിപ്പിച്ചെടുത്ത അത്യാധുനിക ആയുധമാണ്. 200 കിലോമീറ്റർ ദൂരപരിധിക്കുള്ളിൽ എത്തുന്ന ഏത് ലക്ഷ്യത്തെയും ഇത് തകർത്തെറിയും.
ഇത്തരമൊരു കരുത്തുറ്റ മിസൈൽ വൻതോതിൽ നിർമ്മിച്ച നമ്മുടെ വ്യോമസേനയുടെ കൈകളിൽ എത്തുമ്പോൾ ഏഷ്യയിലെ ഏറ്റവും ശക്തമായ വ്യോമശക്തിയായി ഇന്ത്യ മാറുകയാണ്. ആകാശത്തിന് ഇന്ത്യയുടെ വാക്കാണ് അവസാന വാക്ക് എന്ന് തന്നെ പറയാം. ഇതിനെ ശത്രു രാജ്യങ്ങൾ എങ്ങനെ കാണുന്നു? പാകിസ്ഥാനും ചൈനയും ഇന്ന് വലിയ അസ്വസ്ഥതയിലാണ്. കാരണം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ ഇത്ര വലിയൊരു സ്വകാര്യ നിക്ഷേപം വരുന്നത് അവർ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. രഹസ്യമായി സൂക്ഷിച്ചിരുന്ന സാങ്കേതികവിദ്യ സ്വകാര്യ കമ്പനികളിലേക്ക് എത്തുമ്പോൾ ഇന്ത്യയുടെ ആയുധ നിർമ്മാണ ശേഷി വൻതോതിൽ വർദ്ധിക്കുകയാണ്. ഇതാ ഇന്ത്യയുടെ അതിർത്തിയിലെ ആധിപത്യം ഉറപ്പിക്കുന്നു. ഏത് സാഹചര്യത്തെയും നേരിടാൻ തയ്യാറായ ആത്മവിശ്വാസമുള്ള ഒരു ഇന്ത്യയാണ് ഇന്ന് ലോകം കാണുന്നത്. മോദി സർക്കാരിന്റെ ഈ ദീർഘവീക്ഷണമുള്ള തീരുമാനത്തിലൂടെ ഇന്ത്യയുടെ പ്രതിരോധം ഇനി ലോകോത്തരമാവും. ഇന്ത്യയുടെ കയറ്റുമതി എങ്ങനെയാണ് കുതിക്കുന്നതെന്ന് നോക്കാം ഇതിലൂടെ. അതായത് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യത്ത് നിന്ന് അത് കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി ഇന്ത്യ മാറിക്കഴിഞ്ഞു. ഈ സ്വകാര്യ പങ്കാളിത്തം വഴി ഈ കണക്ക് ഇനിയും കുതിച്ചുയരും. ഇത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും വലിയൊരു മുതൽക്കൂട്ടാണ്. എന്തുകൊണ്ട് വിദേശത്ത് നിന്ന് വാങ്ങുന്നതിനേക്കാൾ നല്ലതാണ് നമ്മൾ നിർമ്മിക്കുന്നത്? ഇവിടെയാണ് ആത്മനിർഭർ ഭാരത് എന്നതിൻ്റെ അർത്ഥം വരുന്നത്. യുദ്ധം പോലുള്ള സമയങ്ങളിൽ ആയുധങ്ങൾക്കും സ്പെയർ പാർട്സുകൾക്കും വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത് വലിയൊരു റിസ്ക്കാണ്. സ്വന്തമായി നിർമ്മിക്കുമ്പോൾ ആ ആശങ്ക ഒഴിയുകയാണ്. ഇനി ചിലർ ചോദിക്കാം, പൊതുമേഖലയെ തകർക്കുകയാണോ എന്ന്. അല്ല, ഇത് തകർക്കലല്ല, മറിച്ച് മത്സരം കൂട്ടലാണ്. മത്സരം വരുമ്പോഴാണ് കാര്യക്ഷമത കൂടുന്നത്. ബഹിരാകാശ മേഖലയിൽ നമ്മൾ കണ്ടതാണ്. സ്വകാര്യ സ്റ്റാർട്ടപ്പുകൾ വന്നപ്പോൾ ISROയ്ക്ക് വലിയ സഹായമാണ് ലഭിച്ചത്. അതുതന്നെ ഇവിടെയും സംഭവിക്കാൻ പോകുന്നു. ഇനി ഒരു കാര്യം കൂടി കൃത്യമായി മനസ്സിലാക്കണം. ദശാബ്ദങ്ങളായി ഇന്ത്യയുടെ അതിർത്തികളിൽ തോക്കുകളുമായി വന്ന് ഭീഷണി മുഴക്കുന്നവരുണ്ട്. നമ്മുടെ വികസനത്തെയും സമാധാനത്തെയും അസൂയയോടെ നോക്കിക്കാണുന്ന ചൈനയെ പോലുള്ളവർ ഇന്ത്യ എന്ത് ചെയ്താലും അതിനെ തടയാൻ നോക്കും. പാകിസ്ഥാനാവട്ടെ വെറും കുത്തുവാക്കുകൾ പറഞ്ഞ് ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ നോക്കുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറി. ഇന്ത്യ മിസൈലുകൾ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറി വൻതോതിൽ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ഈ ശത്രു രാജ്യങ്ങളുടെ കണക്കുകൂട്ടലുകൾ മുഴുവൻ തെറ്റുകയാണ്. പണ്ട് ഇന്ത്യയുടെ ആയുധഫലത്തെ കുറച്ച് കണ്ടിരുന്നവർക്ക് ഇപ്പോൾ വിയർപ്പുകുറ്റി തുടങ്ങിയിരിക്കുന്നു. അവർക്കറിയാം ഇന്ത്യയുടെ ആയുധപ്പുരകളിൽ ഇനി വരാൻ പോകുന്നത് വെറും മിസൈലുകളല്ല, മറിച്ച് അവരുടെ എല്ലാ തന്ത്രങ്ങളെയും തകർത്തെറിയാനുള്ള ഒരു ഡെത്ത് ബുള്ളറ്റുകളാണ്. ചൈനീസ് കള്ളക്കളികൾക്ക് ഇനി ഈ മണ്ണിൽ ഇടമില്ല. പാകിസ്ഥാന്റെ വിഡ്ഢിത്തങ്ങൾക്കുള്ള മറുപടി നമ്മുടെ അസ്ത്ര മിസൈലുകൾ ആകാശത്ത് വെച്ച് നൽകും. നമ്മൾ ആയുധങ്ങൾ ഉണ്ടാക്കുന്നത് യുദ്ധത്തിന് വേണ്ടിയല്ല, മറിച്ച് നമ്മുടെ സമാധാനം സംരക്ഷിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ആ സമാധാനത്തെ ആരെങ്കിലും വെല്ലുവിളിച്ചാൽ അത് തകർക്കാൻ ഇന്ത്യക്ക് ഇനി മറ്റാരുടെയും സഹായം വേണ്ട എന്നതാണ്. ശത്രു രാജ്യങ്ങൾ എത്ര വലിയ കുതന്ത്രങ്ങൾ മെനഞ്ഞാലും അത് പാടെ തകർക്കാനുള്ള ശക്തി ഇന്ന് ഇന്ത്യൻ മിസൈലുകൾക്കുണ്ട്. ഇന്ത്യയെ നോക്കി കണ്ണുരുട്ടാൻ നിൽക്കുന്നവർ ഓർക്കുക, ഇനി ഇന്ത്യ പഴയ ഇന്ത്യയല്ല. തിരിച്ചു മറുപടി നൽകാൻ ഇന്ത്യ ഇന്ന് സജ്ജമാണ്. അതിനേക്കാൾ ഉപരിയായി ഇന്ത്യക്ക് അതിനുള്ള ആയുധ ഫലവും ഉണ്ട്. ഇപ്പോൾ ആയുധങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യയുടെ കുതിപ്പ് കണ്ട് അന്തം വിട്ടു നിൽക്കാൻ മാത്രമേ അവർക്ക് കഴിയുകയുള്ളൂ. ഇന്ത്യയുടെ കരുത്ത് ലോകം കാണാൻ പോവുകയാണ്. ചൈനയും പാകിസ്ഥാനും പോലുള്ള ശത്രു രാജ്യങ്ങൾ നോക്കി നിൽക്കെ ഇന്ത്യയുടെ ആയുധപ്പുരകൾ കരുത്താർജിക്കുകയാണ്. അസ്ത്ര മാർക്ക് 2 പോലുള്ള അത്യാധുനിക മിസൈലുകൾ വൻതോതിൽ നിർമ്മിച്ച് വ്യോമസേനയ്ക്ക് നൽകുക വഴി ഇന്ത്യൻ ആകാശത്തിന്റെ സുരക്ഷ ഇനി 10 ഇരട്ടി ശക്തമാവും. മേക്ക് ഇൻ ഇന്ത്യ എന്ന ആശയം ഇവിടെ അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാവുകയാണ്. വരും വർഷങ്ങളിൽ ലോകരാജ്യങ്ങൾ ഇന്ത്യയുടെ പ്രതിരോധ കരുത്തിനെ ബഹുമാനത്തോടെയും അത്ഭുതത്തോടെയും നോക്കിക്കാണും എന്നത് ഉറപ്പാണ്. ഈ മാറ്റം ഇന്ത്യ ഒരു ആയുധ ഇറക്കുമതി രാജ്യത്ത് നിന്നും ലോകത്തിന്റെ ആയുധ നിർമ്മാണ ഹബ്ബായി മാറ്റിയെടുക്കും. അതിൽ യാതൊരു സംശയവുമില്ല. രാജ്യത്തിന്റെ ഈ അഭിമാനകരമായ കുതിപ്പിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? ഈ പദ്ധതി ഇന്ത്യയെ ഏത് തലത്തിലേക്ക് എത്തിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.